പ്രിയരെ, ഈ കഥയൊന്ന് ശ്രവിക്കുമല്ലോ. അതെ, കണ്ണീരിൽ കുതിർന്ന ഹജ്ജ് യാത്ര. സന്തോഷത്താലേ നാളെ അല്ലാ നാളെ പോയി കിടക്കും ഖബർ ചിന്തയുദിക്കുമ്പോൾ ആകെ തളരുന്നു ജല്ല ജലാലേ. മേലെ മാനമുട്ടും മണിമാളിക പണിന്തൊരുക്കി ചേലിൽ നമ്മളിന്റെ സന്തോഷത്താലേ നാളെ അല്ലാ നാളെ പോയി കിടക്കും ഖബർ ചിന്തയുദിക്കുമ്പോൾ ആകെ തളരുന്നു ജല്ല ജലാലേ. റബ്ബേ ഈ ജീവിതം ഓരോളം പോലെ മിന്നുന്നു, രോഗങ്ങൾ കൂട്ടം കെട്ടി വന്നിട്ടെന്തോ ചൊല്ലുന്നു, രാവും പകലും ചേർന്ന് ആയുസീത തിന്നുന്നു. റബ്ബേ ഈ ജീവിതം ഓരോളം പോലെ മിന്നുന്നു, രോഗങ്ങൾ കൂട്ടം കെട്ടി വന്നിട്ടെന്തോ ചൊല്ലുന്നു, രാവും പകലും ചേർന്ന് ആയുസീത തിന്നുന്നു. ഏതൊരു നേരത്തും മരണം പാഞ്ഞു വരും, ഏക ഇലാഹിന്റെ അരികിൽ നാം ചേരും. ഏതൊരു നേരത്തും മരണം പാഞ്ഞു വരും, ഏക ഇലാഹിന്റെ അരികിൽ നാം ചേരും. അജലെടുത്ത് മലക്കസിറായിലണവാകും, തടിയിലെ റൂഹെടുത്ത് പറന്നു പോകും. മേലെ മാനമുട്ടും മണിമാളിക പണിന്തൊരുക്കി ചേലിൽ നമ്മളിന്ന് സന്തോഷത്താലേ നാളെ അല്ലാ നാളെ പോയി കിടക്കും ഖബർ ചിന്തയുദിക്കുമ്പോൾ ആകെ തളരുന്നു ജല്ല ജലാലേ. സുമുഖനായ ഫളുൽ ആബിദി എന്ന സ്വഹാബിയുടെ കരളലിയിക്കുന്ന കഥന കഥ. ആകാശഭൂമി വിധാനിച്ചു പോറ്റുന്ന ആദി പരാപരനെ, ആലിമുൽ ഗൈബായ തമ്പുരാനെ, ആദരവേറും ഫളുൽ ആബിദെന്നോരെ ചരിതം പറയുവാനേ, ഞങ്ങളിൽ സൗഭാഗ്യമേകിടണേ. കഥയിതൊന്നോർക്കുമ്പോൾ കണ്ണീര് പെയ്യുന്നു, കൽബിൽ വിഷാദക്കിളികൾ കരയുന്നു. കഥയിതൊന്നോർക്കുമ്പോൾ കണ്ണീര് പെയ്യുന്നു, കൽബിൽ വിഷാദക്കിളികൾ കരയുന്നു. ഒരു തെറ്റും ചെയ്യാത്ത ഫളുൽ ആബിദിനെ, ഒരു തെറ്റും ചെയ്യാത്ത ഫളുൽ ആബിദിനെ ഒരു പെണ്ണ് വഞ്ചിച്ചില്ലേ, സംഭവം ആകെ വിറപ്പിച്ചില്ലേ. ഒരു സുപ്രഭാതം മദീന പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ അങ്ങോട്ട് കയറി ചെന്നു. ആദരപൂർവ്വം സലാം ചൊല്ലി ആ സദസ്സിലിരുന്നു. ആരായിരുന്നു ആ വന്ന ചെറുപ്പക്കാരൻ? മുഖത്ത് നിലാവിന്റെ തെളിച്ചമുണ്ടേ, മനസ്സം ഈമാനിന്റെ വെളിച്ചം കൊണ്ടേ. മുഖത്ത് നിലാവിന്റെ തെളിച്ചമുണ്ടേ, മനസ്സം ഈമാനിന്റെ വെളിച്ചം കൊണ്ടേ. മൊഞ്ചും അഴകൊഴുകിടും സ്വഹാബി, മൗനത്താൽ ശ്രവിക്കുന്നു അതിസ്
അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബി ഫളൽ ആബിദായിരുന്നു ആ വന്നത്. അന്നത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഫളലിനെ നബി അരികിലേക്ക് വിളിച്ചു. സ്നേഹപുരസ്സരം തലോടിക്കൊണ്ട് വേദനയോടെ ഒരു കാര്യം പറഞ്ഞു. എന്താണ് നബി പറഞ്ഞത്? ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ ലോകത്തോട് വിട പറയും. എന്റെ കാലശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുക്കും. അവരും അധികം താമസിയാതെ വഫാത്താകും. പിന്നെ ഉമർ ബിൻ ഖത്താബായിരിക്കും ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ. ഈ സമയത്ത് വേദനാജനകമായ പല രംഗങ്ങളും താങ്കൾ നേരിടേണ്ടി വരും. താങ്കളെ കള്ളനും വ്യഭിചാരിയും കൊലയാളിയുമാക്കി ജനങ്ങൾ മുദ്രകുത്തും. സുബ്ഹാനല്ലാഹ്, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഇല്ല, ഒന്നും ഭയപ്പെടാനില്ല. കുറ്റക്കാരനായി വിധിക്കപ്പെട്ട താങ്കൾ തൂക്കുമരത്തിന്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ, മരണത്തിന്റെ കാലച്ച ചെവിട്ടിൽ വന്നടിക്കുമ്പോൾ താങ്കളെ സഹായിക്കാൻ ഒരേ ഒരു വ്യക്തി അവിടെ പാഞ്ഞെത്തും. അത് ആരാണ് റസൂലേ? അത് മറ്റാരുമല്ല, എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമയുടെ ഭർത്താവ്, അതെ, എന്റെ മരുമകൻ അലി. സുബ്ഹാനല്ലാഹ്. ഞെട്ടിത്തെറിക്കുന്നു ഞെട്ടറ്റ പൂവ് പോൽ താഴെ വീണോ. കേട്ടു നിൽക്കുന്നവർ സംഭീതരാ. പരിസരം ശോകമുഖമാ. അല്ലാഹുവിന്റെ അമ്പിയായിൽ അന്റെ ദൂതരായി തെളിഞ്ഞ സയ്യിദാണി സ്വർണവർണ്ണ ദീപം. അവരുടെ പ്രവചനങ്ങൾ പുലരുമെന്ന സത്യമോർത്ത് വീണതാണ് ഫളിലെന്ന പ്രദീപം. യാ ഹബീബ് യാ തബീബ് യാ സഫി ഹബീബ റബ്ബിൽ ആലമീൻ. യാ ഹബീബ് യാ തബീബ് യാ സഫി ഹബീബ റബ്ബിൽ ആലമീൻ. കാലം കാറ്റുവേഗത്തിൽ മുന്നോട്ട് പറന്നു. ഒരു ദിവസം എല്ലാവരും അതാ നബിയുടെ വീട്ടിലേക്ക് ഓടുന്നു. എന്താണ് എന്റെ കരളിന്റെ കഷ്ണമായ അഷ്റഫുൽ ഖൽഖിന് പറ്റിയത്? ഫളലും അങ്ങോട്ടോടി. മുത്ത് റസൂല് പാനിച്ചു കിടക്കുന്നു, മുഖമാകെ വാടി തളർന്നു കിടക്കുന്നു. ആരംഭമേറുന്ന പൂമാകൾ ഫാത്തിമ ഏറെ വിഷമ
ആകാശവും ഭൂമിയും പൊട്ടിക്കറഞ്ഞ ദിവസം, സൂര്യൻ കറുത്തിരുണ്ട പകൽ, പ്രപഞ്ചത്തെ ഒന്നടങ്ക് കണ്ണീരിലാത്തിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വിട പറഞ്ഞു. വർഷങ്ങൾ ചിറകടിച്ച് മുന്നോട്ട് പറന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലവും കഴിഞ്ഞു. ഇപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബാണ് ഭരണാധിപൻ. സിയാസത്തിൽ രാജ സയ്യിദാണ് ഉമർ താജ, പാരിടത്തിൽ പേരെടുത്തൊരു സുൽത്താനാണ് ഹീ, പാരിടത്തിൽ പേരെടുത്തൊരു സുൽത്താനാണ് ഹീ. സിയാസത്തിൽ രാജ സയ്യിദാണ് ഉമർ താജ, പാരിടത്തിൽ പേരെടുത്തൊരു സുൽത്താനാണ് ഹീ, പാരിടത്തിൽ പേരെടുത്തൊരു സുൽത്താനാണ് ഹീ. അതെ, അറേബ്യയിൽ ഉമറിന്റെ ഭരണം വന്നു. നീതിപൂർവകമായ ഭരണം കാഴ്ചവെച്ച് ലോകത്തെ അമ്പരപ്പിച്ച സുൽത്താൻ, അനീതിക്കും അധർമ്മത്തിനും കൂട്ടുനിൽക്കാത്ത ഭരണാധികാരി, തെറ്റ് കണ്ടാൽ മുഖം നോക്കാതെ ശിക്ഷ നടപ്പാക്കുന്ന ന്യായാധിപൻ. പ്രിയരെ, നമ്മുടെ കഥാപുരുഷനായ ഫളൽ ആബിദ് ആ ഭരണാധികാരിയുടെ ഉറ്റ സുഹൃത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ച ഫളലിനെ ഉമർ ഇബ്നുൽ ഖത്താബ് ഏറെ ആദരിച്ചു. ഈ സമയത്താണ് ഫളൽ ആബിദിനെ വേദനിപ്പിച്ചൊരു സംഭവം നടക്കുന്നത്. എന്തായിരുന്നു അത്? ദർശിച്ചന്റെ കനിയേ ഒന്ന് പറയട്ടെ അരുമപ്പൂമണിയേ, പലവട്ടം ദർശിച്ചന്റെ കനിയേ ഒന്ന് പറയട്ടെ അരുമപ്പൂമണിയേ. കൽബിലെ നിക്കാശ ആകുമോ നിരാശ, പങ്കജ പിരീശ പൂവിലൻ പ്രതീക്ഷ, അഴകത്ത വദനം ഞാൻ കണ്ട് അതിനൊളിവന്റെ അകത്തുന്നുമുണ്ട്, അഴകത്ത വദനം ഞാൻ കണ്ട് അതിനൊളിവന്റെ അകത്തുന്നുമുണ്ട്. മുന്നിലത വന്ന് പെണ്ണൊരുത്തി നിന്ന് മാന്യരെ തടഞ്ഞും കൊണ്ട് പറയുന്നു, മുന്നിലത വന്ന് പെണ്ണൊരുത്തി നിന്ന് മാന്യരെ തടഞ്ഞും കൊണ്ട് പറയുന്നു. അതെ, ഫളൽ ആബിദ് മദീന പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു പെണ്ണ് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. ഏതാണ് ഈ സൗന്ദര്യധാമം? പുതുമ അവളെന്തൊരു ചന്തം, പൂങ്കാറ്റിൽ നിറയുന്നു സുഗന്ധം, പുളകം വിടരും മൃദുലം ഇരു ചുണ്ടുകളോ പവിഴം, കരളിൽ പകരും